ഇടതുപക്ഷ സർക്കാർ എന്തൊക്കെയാണ് ഇവിടേക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയുക തന്നെ വേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിൽക്കുന്നത് ഈ ബെയിലി പാലത്തിന് ഇപ്പുറത്തുള്ള, അതായത് മുണ്ടക്കൈ അട്ടമല ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ്. ആ റോഡ് നമുക്ക് കണ്ടാൽ അറിയാം, ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടാക്കിയ റോഡാണ്. നിലമ്പൂരിലേക്ക് പോകുന്ന റോഡാണിത്. അതിനുശേഷം ആ ദുരന്ത പ്രൊജക്റ്റിൽ തന്നെ പെടുത്തിക്കൊണ്ട് അന്ന് നിർമ്മാണം തുടങ്ങിയ റോഡ് ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ പൂർത്തിയാക്കിയത് കഴിഞ്ഞ 2 മാസം മുൻപ് തന്നെ ഇതിൻ്റെ പണികളൊക്കെ തന്നെ നടന്നിരുന്നു. അതുകൂടി പൂർത്തിയാക്കിയിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ നിന്നും ഇറങ്ങിയത് എന്നുള്ള കാഴ്ച അത് കാണാതിരിക്കുക വയ്യ എന്നുള്ളതാണ്. അതായത് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതോടൊപ്പം പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അവരെ ഈ ദുരന്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഇടതുപക്ഷ സർക്കാർ അന്ന് നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതേസമയം തന്നെ മുണ്ടക്കൈ ചൂരൽമലയിലേക്കുള്ള ഈ റോഡ് നന്നാക്കിയത് ഇവിടെ കൃഷിക്കും അതുപോലെയുള്ള അവരുടെ പുനരധിവാസം മാത്രമല്ല പുനരുജ്ജീവനം, അതായത് മറ്റ് ആവശ്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി അവർക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ കൃഷി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വിനോദസഞ്ചാരം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയുള്ള മറ്റൊരു പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് ചൂരൽമലയും അട്ടമലയും മുണ്ടക്കൈയും ഒക്കെ മറ്റൊരു രീതിയിൽ പുനരധിവാസത്തിൻ്റെ മറ്റൊരു മാതൃക കാണിച്ചുകൊണ്ട് ഇവിടേക്ക് നന്നാക്കാൻ വേണ്ടി ആ പ്രൊജക്റ്റുകൾ കഴിഞ്ഞു പോയിട്ടില്ല, എല്ലാറ്റിനും തുടക്കമിട്ടിട്ടുണ്ട്. അട്ടമല റോഡ് ഇതാ ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ വെള്ളാർമല സ്കൂളിനെ മാറ്റേണ്ടതുണ്ടായിരുന്നു. വെള്ളാർമല സ്കൂൾ താൽക്കാലികമായി മേപ്പാടി സ്കൂളാണ് പ്രവർത്തിച്ചിരുന്നത്. മേപ്പാടി സ്കൂൾ അന്ന് അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ദിലീപ് മാഷ് നമ്മുടെ കൂടെയുണ്ട്. പിന്നീട് വെള്ളാർമല സ്കൂളിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദിലീപ് മാഷ് നമ്മളോട് പങ്കുവയ്ക്കും. അന്ന് സ്ഥലമടക്കം കണ്ടുവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങിയത് എന്നുള്ളതാണ്. ആ കുട്ടികളെ വീണ്ടും വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനം നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്തിരുന്നു ഇടതുപക്ഷ സർക്കാർ എന്നും ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും ദിലീപ് മാഷ് നമ്മളോട് സംസാരിക്കും. മാഷെ, വെള്ളാർമല സ്കൂളിൻ്റെ അന്നത്തെ ഒരു അവസ്ഥയും എനിക്കറിയാം. മാഷ് അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് 36 കുട്ടികളെ ഈ ഒരു പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞു. അന്നത്തെ ഒരു വെള്ളാർമല സ്കൂളിനെ മാറ്റിയപ്പോൾ നിങ്ങളായിരുന്നു കൈപിടിച്ച് സ്വാഗതം ചെയ്തത്. ആ കുട്ടികളെയൊക്കെ തന്നെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്, ആ സ്കൂളിനെയൊക്കെ തന്നെ ഞാനന്ന് കണ്ട ഒരാളാണ്. അപ്പോൾ മാഷിന് ഇപ്പോഴെന്താ പറയാൻ? അത് വളരെ അഭിമാന നിമിഷങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. ജൂലൈ 30-ാം തീയതി നമ്മൾ ഈ സംഭവം നടന്നു കഴിഞ്ഞ് നമ്മൾ ഈ കുട്ടികളെ, ഒരു വലിയൊരു സ്കൂളാണ്, സ്കൂളിൽ 475ഓളം കുട്ടികൾ, VHSUലായിട്ടുള്ള കുട്ടികളെയും അവിടുത്തെ അധ്യാപകരെയും ഒരു വലിയൊരു കെട്ടിടം തന്നെ ഒന്നിച്ച് നഷ്ടപ്പെട്ടൊരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് അവരെ എവിടേക്കാണ് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ജൂലൈ 30-ന് ഈ സംഭവം നടന്നെങ്കിൽ പോലും ജൂലൈ 30-ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനൊരു ഉത്തരം നൽകാൻ അന്ന് ഭരിച്ചിരുന്ന സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പുറകിൽ നമ്മളെല്ലാവരും ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നത്. നമ്മൾ കൃത്യമായിട്ട് എവിടേക്കാണ് ഈ കുട്ടികളെ, ആ കുട്ടികളുടെ പഠനത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും നടക്കാത്ത വിധത്തിൽ കൃത്യമായിട്ട് തന്നെ ആ കുട്ടികളെ മേപ്പാടി ഹൈസ്കൂള് അക്കോമഡേറ്റ് ചെയ്യാനാണ് സാധിച്ചത്. അതിനുശേഷം പിന്നീട് നല്ല ഇടപെടലുകളുണ്ടായി. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്നപ്പോൾ സമയത്ത് നിരന്തരം ഇടപെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഏകദേശം 12 ക്ലാസ് മുറികളാണ് പുതുതായിട്ട് മേപ്പാടി ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് പ്രശ്ന പരിഹാരമായെങ്കിൽ പോലും ഇപ്പോഴനുഭവപ്പെടുന്നൊരു വലിയ പ്രശ്നം, ഒരേ സ്ഥാപനം, ഒരേ പ്രമേസിൽ തന്നെയാണ് ഈ 2 വിദ്യാലയങ്ങൾ നിൽക്കുന്നത്. ഒന്ന് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഒന്ന് വെള്ളാർമല. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ഗ്രൗണ്ടാണുള്ളത്. കുട്ടികൾക്ക് ഈ സമയത്ത് പ്രത്യേകിച്ച് അറിയാം, ഈ ഇവിടുത്തെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, കുട്ടികൾ ഈ പ്രകൃതിയോട് സമരസപ്പെട്ടു പോയ കുട്ടികളാണ് വെള്ളാർമലയിലെ കുട്ടികൾ. മാത്രമല്ല അവർക്ക് പുഴയുണ്ടായിരുന്നു, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ മേപ്പാടിയിലേക്ക് എത്തുമ്പോൾ അവരൊരു നാഗരികതയിലേക്ക് പറച്ചു നടുകയാണ് ചെയ്തത്. സാഹചര്യത്തിൽ അത് വലിയ ഉപകാരം, അന്നത്തെ സാഹചര്യത്തിൽ വലിയൊരു ഉപകാരമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റും. ഈ കുട്ടികളെ നമ്മളൊക്കെ കരുതിയിരുന്ന, അന്നത്തെ ജനങ്ങൾ പോലും വിദ്യാർത്ഥികൾ പോലും കരുതിയിരുന്നത്, ഇപ്പോൾ എന്തിനേറെ പറയുന്ന അവിടുത്തെ അധ്യാപകർ പോലും കരുതിയത് ഒരു 6 മാസത്തോളം തന്നെ എങ്കിലും ഈ വിദ്യാലയം അടച്ചിടുന്ന ഒരു സാഹചര്യവും, പകരം ഈ കുട്ടികളെ മറ്റേതെങ്കിലുമൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്ന് വിചാരിച്ചെടുത്താൽ ഒരു പുത്തൻ വെള്ളാർമല സ്കൂൾ തന്നെ അവിടെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് അന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പുതിയ സ്കൂളിനെ കുറിച്ചുള്ള അന്നത്തെ ഒരു സർക്കാരിൻ്റെ നടപടിയൊക്കെ എങ്ങനെയാണ്? അന്ന് പുതിയ സ്കൂളിന് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ഞാൻ മനസ്സിലാക്കിയത്, വെള്ളാർമലയോട്
ചേർന്ന് തന്നെ ഒരു സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ്. പ്രാഥമികമായ പ്രവർത്തനങ്ങളെല്ലാം നടന്നു. അതിനുള്ള പണവും മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വെച്ചിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ആ സ്കൂൾ ഇവിടെ തന്നെ വരണം. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു സ്വത്ത് നഷ്ടപ്പെട്ടവരാണ്. വെള്ളാർമല സ്കൂളിനെ സംബന്ധിച്ച് ആ കുട്ടികളും ആൾക്കാരും അവർക്ക് അവരുടെ ഭൂപ്രകൃതിയും അവരുടെ ചുറ്റുപാടും അവിടുത്തെ ആ ഭൗതിക അന്തരീക്ഷമൊക്കെ അവർക്ക് തിരിച്ചു കിട്ടണം. തീർച്ചയായും നാഗരികതയിലേക്ക് തിരിച്ചു പോയി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അതിനുള്ള കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങളൊന്നും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നേരത്തെ സംസാരിച്ച പോലെ ആരോ പറഞ്ഞു ജനപ്രതിനിധി പോലും ഒന്നും നടക്കും തോന്നുന്നില്ല. അതെ അതുകൊണ്ടാണ് അത് നമുക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടേതായ സ്കൂൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട്. അന്നത്തെ ആ സാഹചര്യത്തിൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഏറെ ഗുണപ്രദമായിരുന്നു, ശ്ലാഘനീയമായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ആ സ്കൂൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതിനുള്ള നടപടികളുമായിട്ട് അതിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പം തന്നെ പറയുന്നത് കേട്ടോ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ 2-2.5 ഏക്കർ സ്ഥലമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ടും അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് ഇത് നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവമാണ് കാണിക്കേണ്ടത്. ആ ആർജവം കാണിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വെള്ളാർമലക്കാർക്ക് അവരുടെ വിദ്യാലയം തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. മനു, ഇതാണ് വെള്ളാർമലയും മേപ്പാടി സ്കൂളും ഇപ്പോൾ ഒരുമിച്ചാണുള്ളത്. അത് ഉണ്ടാക്കുന്ന ഒരുപാട് സാങ്കേതിക വിഷയങ്ങൾ തന്നെയുണ്ട്. സ്റ്റാഫിൻ്റെ വിഷയം, അതുപോലെ തന്നെ കുട്ടികളെ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. മേപ്പാടി സ്കൂളിലെ കുട്ടികളെ പോലും, മേപ്പാടി സ്കൂളിന് പരിസരത്തുള്ള കുട്ടികൾ പോലും വെള്ളാർമലയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്ന് ആതിഥേയരായ മേപ്പാടി സ്കൂൾ അധികൃതർ, മേപ്പാടി സ്കൂളിലെ ആളുകൾ പോലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയത്താണ് സർക്കാർ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പുതിയ സ്കൂളുകളിന് വേണ്ടിയുള്ള എല്ലാ സ്ഥലവും കണ്ടെത്തുക, അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ ഭരണം മാറിയത്. എന്നാൽ ഇപ്പോൾ ഒരു ജനപ്രതിനിധി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്നാണ് പറയുന്നത്, UDFന്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്നാണ് ദിലീപ് മാഷ് നേരത്തെ എന്നോട് പങ്കുവെച്ചത്. ഒന്നും നടക്കാൻ പോകുന്നില്ല മാഷേ എന്ന് പറഞ്ഞു. വളരെ നിസ്സാരമായിട്ട് നോക്കാം എന്ന് പറയേണ്ട ഇടത്ത്, അല്ലെങ്കിൽ നമുക്കത് ശരിയാക്കാം എന്ന് പറയേണ്ട ഇടത്ത് ജനപ്രതിനിധികൾ പോലും അങ്ങനെ പറയുന്നു. അതായത് അവർക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സർക്കാരിൽ എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചതാണ് ഇടതുപക്ഷ സർക്കാർ. അതായത് ദുരന്ത ബാധിത പ്രദേശത്തെ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി വേറെ തന്നെ പണം ഇപ്പോഴും മാറ്റിവെച്ച അവസ്ഥയിൽ തന്നെയുണ്ട്. എന്നാൽ അതൊക്കെ തന്നെ നടപ്പിലാക്കാൻ ഉള്ള ഒരു ആർജവം സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അനുഭവത്തിലൂടെ മനസ്സിലാകുന്നത്. ഇതാണ് ജനപ്രതിനിധികളിൽ നിന്നുള്ള മറുപടി. ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി UDFന്റെ ജനപ്രതിനിധികൾ നൽകുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്.